കൺമുന്നിൽ അപകട ഭീഷണിയുണ്ടെങ്കിൽ കണ്ണടയ്ക്കും. അപകടമുണ്ടായാൽ പിന്നെ അന്വേഷണമായി, നടപടിയായി. അങ്ങനെ ആകപ്പാടെ ജഗപുക. ഇതാണ് പലപ്പോഴും അധികാരികൾ പിന്തുടരുന്ന രീതി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കണ്ണൂർ നഗരത്തിലെ പഴഞ്ചൻ കെട്ടിടങ്ങൾ. കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാറായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ അധികൃതർ നടപടിയെടുക്കുന്നതേയില്ല. കഴിഞ്ഞ ദിവസം കാൽടെക്സിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് കാർ തകർന്നത് നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഏത് നിമിഷവും പതിക്കാവുന്ന കോൺക്രീറ്റ് പാളികൾ ഉണ്ടാകാം. കഴിഞ്ഞ ദിവസം കാൽടെക്സിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് കാർ തകർന്നിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വലിയ ദുരന്തം ഒഴിവായത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ചതാണെങ്കിലും കോടതി സ്റ്റേയുടെ പേരിൽ നടപടികൾ വൈകുകയാണ്. പഴയ ബസ് സ്റ്റാൻഡും ജവഹർ സ്റ്റേഡിയം പരിസരവും ഇതേ അവസ്ഥയിൽ തന്നെ. പലയിടത്തും കമ്പികൾ പുറത്തുചാടി ജനലുകൾ ദ്രവിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കാതെ അധികൃതർ പുലർത്തുന്ന ഈ അനാസ്ഥ നാളെ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമോ എന്ന ഭീതിയിലാണ് കണ്ണൂരുകാർ. ഇവിടെ വീണിട്ടൊക്കെ ഉണ്ട്, പിന്നെ ആരും തലക്കൊന്നും വീണിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീഴുന്നുണ്ട്. പിന്നെ കുറേ വർഷമായി ഇങ്ങനെ തന്നെ കിടക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. അതായത് വണ്ടിയുടെ മുകളിലും എല്ലാം വീഴുന്നുണ്ട്. അതായത് ആളുകളെല്ലാം ചെറിയ തലനാരി വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് നല്ല മഴയുള്ള സമയത്തൊക്കെ. കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടുവെന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വിശദീകരണം. ഒരു ഭാഗത്ത് അപകട ഭീഷണിയുള്ള കെട്ടിടങ്ങൾ, മറുഭാഗത്ത് വാഹനങ്ങൾ. ഇതിനിടയിലൂടെ വേണം കാൽനട യാത്രികർക്ക് പോകാനും. മറ്റൊരു അപകടം ഉണ്ടാകുന്നതുവരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ കാത്തിരിക്കരുത്. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.